ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ? ഇപ്പോൾ തീ മുൻവശത്ത് നിയന്ത്രണ വിധേയമാണ്. പക്ഷേ ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ പുറകുവശത്ത് പള്ളിയുടെ സമീപത്തേക്ക്, ആ സമീപത്ത് ഒരു വാഹനത്തിന് കയറി പോകാൻ പറ്റില്ല. കാരണം ഇവിടുന്ന് മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗം, അതായത് ബസ് സ്റ്റാൻഡിൻ്റെ ഇടതുവശമായി ചേർന്ന് നിൽക്കുന്ന ഭാഗത്ത് ഈ സമയം നിന്ന് കത്തുകയാണ്. അവിടെ നിരവധി പച്ചക്കറി കടകളുണ്ട്, അവിടെ 2 ഹോട്ടലുകളുണ്ട്. അതെല്ലാം അവിടുത്തെ സിലിണ്ടർ ഉൾപ്പെടെ ഞങ്ങൾ പരമാവധി കയറി പള്ളിയുടെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾ ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട്. കാരണം തളിപ്പറമ്പ് മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഏകദേശം 500-ലധികം ആളുകൾ ജോലി ചെയ്യുന്നവരാണ്. അതിൽ ഭിന്നശേഷിക്കാരുണ്ട്, സ്ത്രീകളുണ്ട്. ഈ സ്റ്റേഷനറി കടകളിലെ പാക്കിങ്ങിന് ഉൾപ്പെടെ നിരവധി സ്ത്രീകളുണ്ട്. അവരെല്ലാം സ്വാഭാവികമായും ജോലി കഴിഞ്ഞു പോകുന്നത് ഇത് രാത്രി 9 മണി വരെ സജീവമായ മാർക്കറ്റിൻ്റെ പരിസരമാണ്. ഈ പരിസരത്ത് ഞങ്ങളിത് തുടക്കം മുതൽ ആവശ്യപ്പെട്ടു. ഇവിടെ 2 വണ്ടിയേ ഉള്ളൂ. തളിപ്പറമ്പ് വാടക കെട്ടിടത്തിനകത്ത് ഫയർഫോഴ്സിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന അതിദയനീയമാണ് തളിപ്പറമ്പിൽ. ജില്ലാ കളക്ടർ വിളിക്കുമ്പോൾ ജില്ലാ ഭരണകൂടത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്നത് അലർട്ടിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്നാണ്. എന്തൊരു തോന്നിയാസാണ്. ഇവിടെ ഡിവൈഎസ്പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നിസ്സഹായത. ഇപ്പം നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, ഇത്രയും വലിയ തീപിടുത്തം ഉണ്ടായിട്ട് 2 വാഹനങ്ങളാണ് ആകെ വെള്ളം നിറച്ചിട്ട് ഇവിടെ ഉള്ളത്. ഇവിടെ തുടക്കത്തിൽ വന്ന വാഹനം കംപ്ലൈൻ്റ് ആയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഈ വെള്ളം അടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾക്കാണ് ഇപ്പോഴും നിന്ന് കത്താണ്. ഈ തുടക്കം ഇവിടെയാണ്, ഈ ഫാൻസി കടയുടെ മുകളിലാണ്. അവിടെ ഇപ്പോഴും നിന്ന് കത്തുകയാണ്. ഫാൻസി കട. ഞാൻ ഇവിടെ തൊട്ട് മുമ്പിൽ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുക ഉയരുന്ന കണ്ട് ഞാൻ പ്രസംഗം മതിയാക്കി ഞാൻ ഓടി വരികയായിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ഞങ്ങൾ കണ്ടത് ഫാൻസി കട. ഞങ്ങൾ ഉടനടി ആളുകൾ ഒഴിപ്പിക്കാൻ ശ്രദ്ധിച്ചു. ഒഴിപ്പിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ ബന്ധപ്പെട്ടു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നു, മാതൃഭൂമി ചാനലിലൂടെ പറയുന്നു, ദയവ് ചെയ്ത് ആരെങ്കിലും ഇടപെട്ട് 1 ഡസനോളം മിനി ഫയർഫോഴ്സിൻ്റെ യൂണിറ്റുകൾ ഇവിടെ വന്നാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. കാരണം തളിപ്പറമ്പുകാരുടെ ജീവിതമാർഗ്ഗമാണ്. ഞങ്ങൾക്ക് സങ്കടം തോന്നുകയാണ്. കാരണം സാധാരണക്കാരായ ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണ്, അവരുടെ ജീവിതമാർഗ്ഗമാണ്. ഇതിങ്ങനെ നിന്ന് കത്തുമ്പോൾ പലരും ഇവിടെ കുഴഞ്ഞു വീണാണ് അവരുടെ കച്ചവടക്കാരുടെ ജീവിതമാർഗ്ഗം. അതുകൊണ്ട് അതിൻ്റെ സീരിയസ് ആരുമില്ല. ഇവിടെ ജനപ്രതിനിധികൾ ഇല്ല, ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതൃത്വമില്ല. അതുകൊണ്ട് ഉടനടി കൂടുതൽ ഫയർഫോഴ്സ് വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോഴേതായാലും റൂറൽ SP